പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് നൂഡിൽസാണ്. വെജിറ്റബിൾസൊക്കെ വെച്ചൊരു എഗ് നൂഡിൽസ്. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ പോകാം. ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന തരം നൂഡിൽസാണ്. ഇതിലേക്ക് വെജിറ്റബിൾസ് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, പിന്നെ സോസുകൾ ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, കുറച്ച് വെള്ളം നമ്മൾ ബോയിൽ ചെയ്യാൻ വയ്ക്കണം. അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കണം. അതൊരു 8 മിനിറ്റോളം അതിനകത്ത് ബോയിൽ ചെയ്ത് 8 മിനിറ്റ് നേരത്തേക്ക് വയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മളത് തണുത്ത വെള്ളത്തിലേക്ക് കോരി മാറ്റണം. തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം അത് വെള്ളം പോകാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. വേറൊരു പാനിൽ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇടണം. അത് പതുക്കെ ബ്രൗൺ നിറായി കഴിയുമ്പോൾ ഇഞ്ചി ഇടുക. ഇഞ്ചിയും പച്ചമുളകും, സവാള, ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഉള്ളതാണല്ലോ നല്ലത്. ബീൻസ് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി അല്പം വെന്ത് കഴിഞ്ഞിട്ട് വേണം ക്യാരറ്റും കാപ്സിക്കവും ചേർക്കാൻ. ഫ്ലെയിം കുറച്ച് വയ്ക്കുകയൊന്നും വേണ്ട. നല്ല ഫ്ലെയിമിൽ തന്നെ, നല്ല തീ ഉള്ളതാണ് നല്ലത്. ക്യാരറ്റ് ഇട്ടു, പിന്നെ ക്യാപ്സിക്കം ഇട്ടു. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് നമുക്കതിലേക്ക് കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി വീണ്ടും അത് നൂഡിൽസ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി അങ്ങനെ അത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് സോയാ സോസ് 1 സ്പൂൺ,
പിന്നെ ഗ്രീൻ ചില്ലി സോസ് 1 സ്പൂണ്, ഇത് മിക്സ് ചെയ്യാനായിട്ട് ഫോർക്ക് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ടൊമാറ്റോ സോസ് 2 സ്പൂൺ. കഴിഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് എഗ്ഗ് കൂടി വേണം. അതിനായിട്ട് 2 എഗ്ഗ് എടുത്ത് അത് ചിക്കി പൊരിച്ചിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ ആവശ്യം പോലെ മല്ലിയിലയോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാകുന്ന എഗ് നൂഡിൽസ് റെഡി.